പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഫംഗ്ഷനായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇനി അതിൽ വരുന്ന രണ്ടാമത്തെയാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, suppose an event is rare. For example, number of accidents in a road. It may be possible to count the number of times an event occurs, but it is not possible to count the number of times it doesn't occur. അതായത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് അത് ഒരു റയർ ഇവൻ്റ് ആണെങ്കിൽ അത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ എ റോഡ്. അപ്പോൾ പറയുന്നത് ഇറ്റ് മേ ബി പോസിബിൾ ടു കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് ആൻ ഇവൻറ്റ് ഒക്കേഴ്സ് ബട്ട് നോട്ട് പോസിബിൾ ടു കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് ഡസൻറ്റ് ഒക്കർ. അതായത് റോഡിൽ പാസ്റ്റ് ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് റോഡ് ആക്സിഡൻസ് എങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം സംഭവിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു അപ്രോക്സിമേറ്റ് ഫിഗർ ആയിരിക്കും, പക്ഷേ അത് എത്ര തവണ നടക്കാതിരിക്കാം എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള കേസുകളിലാണ് നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, റെയർ ഇവൻസിൻ്റെ കേസിലാണ് സാധാരണ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാല്യൂസ്, ഡിസ്ക്രീറ്റ് വാല്യൂസ് എന്ത് ചെയ്യും, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ഈസ് നോട്ട് പ്രിസൈസ്ലി നോൺ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ സ്യൂട്ടബിൾ ടു സച്ച് സിറ്റുവേഷൻ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് നമുക്കറിയില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ റോഡ് ആക്സിഡൻസിൻ്റെ കേസ് തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് റോഡാണെങ്കിൽ ആ റോഡിലൂടെ പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസിൻ്റെ കേസ് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ പർട്ടിക്കുലർ ഒരു ഏരിയ ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ ആയിരിക്കും. അപ്പോൾ അവിടെ അങ്ങനെ ആക്സിഡൻറ്റ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത് എത്രത്തോളം സംഭവിക്കുന്നു എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് എത്രത്തോളം ആക്സിഡൻറ്റ്സ് നടക്കാതിരിക്കാനുള്ള സാധ്യത എത്രയാണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് എത്ര വണ്ടികൾ അല്ലെങ്കിൽ എത്ര വാഹനങ്ങൾ ആ റൂട്ടിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ അത്തരം കേസുകളിൽ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കൗണ്ട് ഇറ്റ്, അതിലുള്ള കേസുകളാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രോബിലിറ്റി ഫംഗ്ഷനാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എം മൈനസ് എം ഇൻറ്റു എം റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, ഇനി എം എന്താ എക്സ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എക്സിന് ആണ് അഗൈൻ നമ്മൾ റാൻഡം വേരിയബിളായിട്ട് എടുക്കുന്ന എക്സിന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ തന്നെ എക്സിന് നമ്മൾ ഫ്രം 0 വാല്യൂസ് കൊടുക്കുന്നു, 1 2 3. we obtain the probabilities for 0 1 2 3 etc. അപ്പോൾ എക്സിന് ഏത് വാല്യൂസാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ പ്രോബബിലിറ്റി വാല്യൂസ് കിട്ടും എന്നുള്ളതാണ്. സോ ജസ്റ്റ് അതിൻ്റെ ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓർത്ത് വയ്ക്കുക. പി ഓഫ് എക്സ് ഈക്വൽ ടു, ഇത് ഇ ആണ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഇ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കും, ഇ റൈസ് ടു മൈനസ് എം ഇൻറ്റു എം റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, ഇനി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ തമ്മിലുള്ള ഒരു റിലേഷൻ കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. ഇറ്റ്സ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണെന്ന് നോക്കാം.
Poisson distribution may be obtained as a limiting case of binomial distribution under the following condition. Number of trials is very large. അതായത് നമ്പർ ഓഫ് ട്രയൽസ് അത് വെരി ലാർജ് ആണെങ്കിൽ, നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറഞ്ഞാൽ n ആണ് അല്ലേ, n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരുപാട് ട്രയൽസ് ഉണ്ട്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും തവണ ആ ഇവൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. അത്തരം കേസുകളിൽ എന്ത് ചെയ്യാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്വഭാവം കാണിക്കാം. ദെൻ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഫോർ ഈച്ച് ട്രയൽ ഈസ് വെരി സ്മോൾ. പിന്നെ അതുപോലെ സക്സസ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി വളരെ സ്മോൾ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ടെൻസ് ടു 0 എന്നാണ് കാണിച്ചിരിക്കുന്നത്. p ടെൻസ് ടു 0 എന്നാണ് ഇത് വായിക്കുന്നത്. അതായത് p 0യിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് നമ്പർ ഓഫ് ട്രയൽസ് ഒരുപാട് കൗണ്ട്ലെസ് ആയിട്ട് വരിക, അതുപോലെ പ്രോബബിലിറ്റി എന്ത് ചെയ്യാം, 0യിലേക്ക് കൺവേർജ് ചെയ്യാം. ദെൻ NP ഈസ് ഫൈനൈറ്റ്. അതാണ് നമ്മളിവിടെ m ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു p of x equal to e raised to minus m m raised to x divided by x factorial. m എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ട്രയൽസ് ഇൻറ്റു പ്രോബബിലിറ്റി ആണ്. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ NP ഈസ് ഫൈനൈറ്റ്. NP എന്താണ്, ഒരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ നമ്മളതിനെ m എന്ന് വിളിക്കും. ഓക്കെ, സോ ഈ 3 സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്വഭാവം കാണിക്കുമെന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്പർ ഓഫ് ട്രയൽസ് വെരി ലാർജ് ആവുക, കൗണ്ട്ലെസ്. ദെൻ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഫോർ ഈച്ച് ട്രയൽ ഈസ് വെരി സ്മോൾ. നമുക്ക് സക്സസ് കിട്ടാനുള്ള സാധ്യത വളരെ ചെറുതായിട്ടിരിക്കുക. ദെൻ NP ഈസ് ഫൈനൈറ്റ്. അതായത് നമ്പർ ഓഫ് ട്രയൽസിൻ്റെ പ്രോബിലിറ്റി എന്ത് ചെയ്യാം, ഒരു ഫൈനൈറ്റ് നമ്പർ ആവണം. ഓക്കെ, ഇനി യൂസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. It can be used to explain the behavior of discrete random variable where the probability of occurrence of an event is very small and the total number of possible cases is sufficiently large. ഇനി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസ് ആണ് പറയുന്നത്. It can be used to explain the behavior of a discrete random variable where the probability of occurrence of the event is very small and the total number of possible cases is sufficiently large. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ അത് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇവൻറ്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ, വളരെ സ്മോളാണ്. ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ് സഫിഷ്യൻ്റ്ലി ലാർജ്. അതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഇവൻറ്റ് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കേസ് സംഭവിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കേസ് സഫിഷ്യൻ്റ്ലി ലാർജാണ്. ഇവൻറ്റ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവും, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസിബിൾ നമ്പർ ഓഫ് കേസസ് വളരെ വലുതുമാണെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമുക്ക് പറയാം ആ ഒരു പർട്ടിക്കുലർ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ത് ചെയ്യുന്നു, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. ആസ് സച്ച് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ഫൗണ്ട് ആപ്ലിക്കേഷൻ ഇൻ ക്യൂയിങ് തിയറി, വെയിറ്റിംഗ് ലൈൻ പ്രോബ്ലം ആൻഡ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് ഇൻഷുറൻസ്, ഫിസിക്സ്, ബയോളജി, എക്കണോമിക്സ്, ഇൻഡസ്ട്രി എക്സെട്ര. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ യൂസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ക്യൂയിങ് തിയറി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട് ശരിക്കും ക്യൂട്ടിയിൽ, എനിക്ക് പഠിക്കാനില്ല, അതിൽ വരുന്നതാണ് ക്യൂയിങ് തിയറി. ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ ആസ് ദ നെയിം സജസ്റ്റ് ക്യൂ നിൽക്കുന്നത്, അപ്പോൾ ആളുകൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ക്യൂ നിൽക്കുന്നത് മാക്സിമം എന്ത് ചെയ്യുക, എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക, ടൈം കൺസ്യൂമിങ് അല്ലാത്ത രീതിയിൽ എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക, അതുപോലെ എല്ലാവർക്കും ഒരേ ടൈമിൽ അവർക്ക് സർവീസ് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ക്യൂയിങ് തിയറി വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും ഇത് പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന എല്ലാ മേഖലകളിലും എന്തുണ്ട്, ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ സിറ്റുവേഷൻസിലും എല്ലാ മേഖലയും ഇൻഷുറൻസ്, ഫിസിക്സ്, ബയോളജി, എക്കണോമിക്സ്, കെമിസ്ട്രി, ഇൻഡസ്ട്രി,
ഇങ്ങനെയുള്ള എല്ലാ മേഖലകളും എന്ത് ചെയ്യുന്നുണ്ട്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് where Poisson distributions can be used. Practical situation: to count the number of telephone calls arriving at a telephone switchboard in unit time. ഇതൊക്കെ നമ്മൾ സാധാരണ ഒരു അപ്രോക്സിമേറ്റ് പ്രഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്നൊരു നമ്പർ ഓഫ് ടെലിഫോൺ സ്വിച്ച് ബോർഡ്, അതിൽ വരുന്ന നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് കൗണ്ട് ചെയ്യാൻ, അപ്രോക്സിമേറ്റ്ലി കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ ടു കൗണ്ട് നമ്പർ ഓഫ് കസ്റ്റമർ അറൈവിങ് അറ്റ് എ സൂപ്പർ മാർക്കറ്റ്, ദെൻ ടു കൗണ്ട് നമ്പർ ഓഫ് ഡിഫെക്ട്സ് പെർ യൂണിറ്റ് ഓഫ് എ മാനുഫാക്ചർഡ് പ്രോഡക്റ്റ്. ഒരു പർട്ടിക്കുലർ മാനുഫാക്ചർഡ് പ്രൊഡക്റ്റ് അതിൻ്റെ ഡിഫെക്ട്സ് പെർ യൂണിറ്റ്, ഓരോ യൂണിറ്റിലുള്ള നമ്പർ ഓഫ് ഡിഫെക്ട്സ് കണ്ടെത്താനായിട്ട് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ടു കൗണ്ട് ദ നമ്പർ ഓഫ് ബാക്ടീരിയാസ് പെർ യൂണിറ്റ്. അപ്പോൾ നമ്മളെന്തെങ്കിലും കൾച്ചർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്പർ ഓഫ് ബാക്ടീരിയാസ് പെർ യൂണിറ്റ് എത്രയാണ് എന്നുള്ളതൊക്കെ, ഇതൊക്കെ അപ്രോക്സിമേഷനാണ്. നമുക്ക് ആക്ച്വലി നമുക്കിത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിനെ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് മെറ്റീരിയൽസ് ടു കൗണ്ട് നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് ഡ്യൂ ടു റെയർ ഡിസീസ് സച്ച് ആസ് ഹാർട്ട് അറ്റാക്ക് ഇൻ എ ഇയർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ സാധാരണ ഈ പേപ്പറിലൊക്കെ വരാറുണ്ട്, ഒരു വർഷത്തിൽ ഈ ആരോഗ്യ വകുപ്പ് ഒക്കെ പുറത്തു വിടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അപ്രോക്സിമേറ്റ് ഒരു കൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ടു കൗണ്ട് നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഡേ ഓൺ എ ബിസി റോഡ് എന്നുള്ളതാണ്. അപ്പോൾ ബിസി റോഡിൽ സംഭവിക്കുന്ന നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ്, അതുപോലെ ആക്സിഡൻറ്റ്സ് സംഭവിക്കാനുള്ള സാധ്യത എത്രയാണ്, സംഭവിക്കാതിരിക്കാനുള്ള സാധ്യത എത്രയാണ്. സംഭവിക്കാനുള്ളത് ഒരു പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും, പക്ഷേ സംഭവിക്കാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ബിസി റോഡ് എന്നൊക്കെ പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ വെഹിക്കിൾസ് എത്ര കൂടി പാസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇനി പ്രോപ്പർട്ടീസാണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. അതിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ 2 ക്ലാസ് മുന്നേ ഞാൻ പറഞ്ഞാണ് 0, 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും. കറക്റ്റ് എണ്ണി എടുക്കാൻ പറ്റും. ഇഫ് എക്സ് ഫോളോസ് എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ദെൻ എക്സ് ടേക്സ് വാല്യൂ 0, 1, 2 അപ് ടു ഇൻഫിനിറ്റി. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ട്രയൽസ് ആണ് എന്നർത്ഥം. നേരത്തെ പറഞ്ഞു തന്നെ എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ 0 to അപ് ടു ഇൻഫിനിറ്റി വരെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ, എൻലെസ് ആണ്. ഓക്കെ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് എ സിംഗിൾ പാരാമീറ്റർ m and m is known. When m is known, all terms can be found out. സോ m എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു NP ആണ്. n എന്ന് പറഞ്ഞാൽ m എന്ന് പറഞ്ഞാൽ NP ആണ്, നമ്പർ ഓഫ് ട്രയൽസ് ഇൻറ്റു പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ m ആണ്. പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സാണ് ശരിക്കും പാരാമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ NP, NPQ എന്നൊക്കെ പഠിച്ചു. അതുപോലെയാണ് ഇതിൽ m എന്ന് പറയുന്ന പാരാമീറ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് ഇൻറ്റു പ്രോബബിലിറ്റി. ഓക്കെ, ദ മീൻ ആൻഡ് വാരിയൻസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു m. അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് നമ്മൾ പഠിച്ചു. മീൻ എന്ന് പറഞ്ഞാൽ NPയും വാരിയൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് NPQ ആണ് അല്ലേ. മീൻ എന്ന് പറഞ്ഞാൽ NPയും വാരിയൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് NPQമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അതുപോലെ ഇവിടെ മീൻ ആൻഡ് വാരിയൻസ്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ആൻഡ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ m-ന് ഈക്വലാണ്. ഇത് തന്നെയായിരിക്കും എന്ത്
അതിൻ്റെ മീനും വാരിയൻസും എന്ന് പറയുന്നത്. പിന്നെ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് സെമസ്റ്ററിൽ സ്ക്യൂനെസ് എന്താ, കർട്ടോസിസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏത് ഡിസ്ട്രിബ്യൂഷൻ എന്തുണ്ടായിരിക്കും അതിനെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിഗർ കിട്ടും. ആ ഫിഗർ ഇപ്പം പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, ഈ ഗ്രാഫിൻ്റെ ഇതാണ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഗ്രാഫ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ പോർഷൻ ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ പോർഷനിൽ നിന്ന് ഗ്രാഫിന് എന്തായിരിക്കും, ഇങ്ങോട്ടായിരിക്കും കൂടുതൽ പോർഷൻ, റൈറ്റിലേക്കായിരിക്കും കൂടുതൽ പോർഷൻ, ലൈക്ക് ദിസ്. റൈറ്റിലേക്കായിരിക്കും, ഇത് മീനാണെങ്കിൽ റൈറ്റിലേക്കായിരിക്കും കൂടുതൽ പോർഷൻ. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പറയുന്നത് പോസിറ്റീവ്ലി സ്ക്യൂഡ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ് ഗ്രാഫുകളുടെ നേച്ചർ എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം.